ഗുരുജി സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്ന ഉപ്പ് സത്യാഗ്രഹമാണ്. ഓക്കെ, ഈ ഉപ്പ് സത്യാഗ്രഹം ഏത് സമരത്തിന്റെ ഭാഗമാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഏത് വർഷമെന്ന് അറിയാലോ? 1930. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച ഒരു കോൺഗ്രസ് സമ്മേളനമുണ്ട് അല്ലേ? ഏതാ? ലാഹോർ. അത് ആലോചിക്കുമ്പോൾ ഈ ലാഹോർ ഏത് നദീതീരത്തെന്ന് വെച്ചാൽ രവി നദീതീരത്താണ്. ഈ 1929 ലാഹോർ സമ്മേളനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമ്മൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടു കാണും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ്, കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ നമുക്കൊരു ചോദ്യം കിട്ടും. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുഴുവൻ നഗരങ്ങളിലും നടത്തിയാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആരാണെന്ന് അറിയാമോ? ഗാന്ധിജി. എന്താണ് പറഞ്ഞ? പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുഴുവൻ നഗരങ്ങളിലും നടത്തിയാൽ നന്നായിരിക്കും. ഓക്കെ, ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ആരെ അധ്യക്ഷനായത്? നെഹ്റുവിനെ അധ്യക്ഷനായത് അല്ലേ? പിന്നെ ഒരു തീരുമാനം എടുത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു അല്ലേ? 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനും എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഇത് മുതലാണ് എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചു വന്നിരുന്നത്. ഓക്കെ, ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ചോദിച്ചാൽ ഗാന്ധിജിയുടെ ദേശീയ തലത്തിലുള്ള രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണ് അല്ലെ? രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭം. അപ്പൊ ആദ്യത്തെ ഏതെന്ന് ചോദിച്ചാൽ നിസ്സഹരണ പ്രസ്ഥാനം അല്ലെ? ഏത് വർഷം? 1920. ഈ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഒരു പ്രധാന കാരണം ഏതായിരിക്കും? ജാലിയൻ വാലാബാഗ് അല്ലെ? വർഷം എന്നാ? 1919 ഏപ്രിൽ 13. എവിടെയാണ് നടന്നത്? അമൃത്സർ. അതുകൊണ്ട് തന്നെ ഇതിനെ അമൃത്സർ സംഭവം എന്നും അറിയപ്പെടുന്നു അല്ലെ? ഇവിടെ ഒരു ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്. പൈശാചികമായ ഈ ഗവൺമെന്റിനോടുള്ള ഏതൊരു തരത്തിലുള്ള സഹകരണവും പാപമാണ്. ഓക്കെ, ഈ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ എന്താണ്? പൈശാചികമായ ഈ ഗവൺമെന്റിനോടുള്ള ഏതൊരു തരത്തിലുള്ള സഹകരണവും പാപമാണ്. ഓക്കെ, ഇനി നിസ്സഹരണ പ്രസ്ഥാനമല്ലേ, ഇത് നിർത്തിവെക്കാൻ കാരണമായ ഒരു സംഭവം ഉണ്ട് അല്ലേ? അതേതാണ്? ചൗരി ചൗര സംഭവം അല്ലേ? എന്നാ നടന്നത്? 1922 ഫെബ്രുവരി 5. എത്ര പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നും അറിയാം? 22 അല്ലേ? ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനം എന്ത് ചെയ്തു? നിർത്തിവെച്ചു അല്ലെ? ഏത് വർഷം? 1922 ഫെബ്രുവരി 11 അല്ലെ? ഇവിടെ ഗാന്ധിജി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പ്രതിരോധമില്ലാതായി തീരുകയും ജനക്കൂട്ടത്തിന്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തിയത് ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പ്രതിരോധമില്ലാത്തവരായി തീരുകയും ജനക്കൂട്ടത്തിന്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തിയത് ഒരു പ്രകോപനത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഗാന്ധിജി പറഞ്ഞാണ് ഏത് സംഭവത്തെ കുറിച്ച്? ഓക്കെ, ഈ സംഭവത്തെ തുടർന്ന് ഗാന്ധിജിയെ 6 വർഷം തടവിന് എന്ത് ചെയ്തു? വിധിച്ചു അല്ലേ? നമ്മുടെ ജഡ്ജി ആരാണെന്ന് അറിയോ? ബ്രൂംഫീൽഡ്, ജസ്റ്റിസ് ബ്രൂംഫീൽഡ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചോദിച്ചാൽ ചമ്പാരൻ. വർഷം ഏതാണ്? 17 അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, പറയാൻ പറ്റുമോ നോക്കിയോ? ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച വ്യക്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രാജ്കുമാർ ശുക്ല അല്ലേ? ഇനി 1918 2 സമരങ്ങളുണ്ട് അല്ലേ? ഏതാ? അഹമ്മദാബാദ് തുണിമിൽ സമരം അല്ലേ? തുണിമിൽ സമരം. പിന്നെ ഖേദ സമരം. ഈ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്തിനെതിരെയായിരുന്നു? പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അല്ലേ? ഇനി ഈ ഗാന്ധിജിയെ അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് ക്ഷണിച്ച ഒരു വ്യക്തിയുണ്ട്, പറയോ? ഒരു സ്ത്രീയാണ്, അനസൂയ ബഹൻ. ആരാണ്? അനസൂയ ബഹൻ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹമൊക്കെയാണ് അല്ലേ? ഈ നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം ഗാന്ധിജിക്ക് ലഭിച്ചത് ഒരു ലേഖനത്തിൽ നിന്നാണ്. ഏതാണ് ആ ലേഖനം? പറയാം. അതന്നെ, എസ്സേ ഓൺ ദ ഡ്യൂട്ടീസ് ഓഫ് സിവിൽ ഡിസോബീഡിയൻറ്റ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. സിവിൽ ഡിസോബീഡിയൻറ്റ്. ഇത് എഴുതിയതാരാ? ഹെൻറി ഡേവിഡ് തോറോ. പേര് പറ. ഹെൻറി ഡേവിഡ്
ഹെൻറി തോറോ. ഈ ഹെൻറി ഡേവിഡ് തോറോ ഈ കഴിഞ്ഞ വർഷം എവിടെയെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ ഈ പേര് കേട്ടതായിട്ട്? നമ്മളൊരു വാക്ക് ലണ്ടൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2024 പ്രധാന വാക്കായിട്ടൊരു വാക്ക് തിരഞ്ഞെടുത്ത് ഏതാണ്? ബ്രെയിൻ റോട്ട്. എന്താണ്? ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് അല്ലേ. ഇത് ഈ ഹെൻറി ഡേവിഡ് തോറോയുടെ വാൾട്ടൺ എന്ന കൃതിയിൽ നിന്നാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഈ വാൾട്ടൺ എന്ന കൃതിയിലാണ് ഏത് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താണ് അറിയോ? അതായത് ഈ നിലവാരം ഇല്ലാത്ത ഉള്ളടക്കം ഒരു വ്യക്തി സ്ഥിരമായി കാണുന്നതിലൂടെയോ കേൾക്കുന്നതിലൂടെയോ ആ വ്യക്തികൾക്കുണ്ടാകുന്ന ബൗദ്ധികമായും മാനസികമായിട്ടുള്ള തകർച്ചയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ ഒരു മോശം വാർത്താ ചാനലോ മോശം പത്രമോ സ്ഥിരമായി വായിക്കുന്നു അല്ലേ. അപ്പം നമ്മുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന നിലവാര തകർച്ചയാണ് ഏത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രെയിൻ റോട്ട്. അപ്പം ആ വ്യക്തിയുടെ പേരെന്താ പറഞ്ഞേ? തിരിഞ്ഞു പോകല്ലേ. ഇനി വേറൊരു പേര് പറയാം, ഹെൻറി വിവിയൻ ഡെറോസിയോ. എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ, ഹെൻറി വിവിയൻ ഡെറോസിയോ. എന്തോ ഹെൻറി വിവിയൻ ഡെറോസിയോ യങ് ബംഗാൾ മൂവ്മെന്റ് കേട്ടിട്ടുണ്ടോ? യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? വിവിയൻ ഡെറോസിയോ. ഹെൻറി ഓക്കെ. ഇനി അടുത്തതിലോട്ട് പോവാം. ഈ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഒരു പ്രധാന സമര ആയുധമാണ് ഏത്? സത്യാഗ്രഹം. ഈ സത്യാഗ്രഹം എന്ന ആശയം ഗാന്ധിജിക്ക് ലഭിച്ചത് പാസീവ് റെസിസ്റ്റന്റ് എന്നുള്ള ഒരു തത്വത്തിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? പാസീവ് റെസിസ്റ്റന്റ്. ഈ പാസീവ് റെസിസ്റ്റന്റിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ടോൾസ്റ്റോയുടെ ഒരു കൃതിയുണ്ട്, പറയാം. ടോൾസ്റ്റോയുടെ കൃതി ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് ഇൻ യു. കേട്ടിട്ടില്ലേ? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന ടോൾസ്റ്റോയുടെ കൃതിയിൽ നിന്നാണ് ഗാന്ധിജിക്ക് സത്യാഗ്രഹം എന്ന ആശയം എന്ത് ചെയ്തത്? ലഭിച്ചത്. ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. അടുത്ത ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഏത് നിയമലംഘന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് അല്ലേ. അപ്പൊ നിയമലംഘന പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിജി കടന്നു വന്നത് ഏതിലൂടെയാണ്? ഉപ്പ് നിയമം ലംഘിച്ചത്. ഈ ബ്രിട്ടീഷുകാർ ഒരു നിയമം ഉണ്ടാക്കി വെച്ചു 1882. ഏത് വർഷം? അതായത് ഉപ്പ് കുറുക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? ബ്രിട്ടീഷുകാർക്ക്. സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്തു? ഇല്ലായിരുന്നു അല്ലേ. അങ്ങനെ ഈ സാധാരണഗതിയിലുള്ള ഉപ്പിൻ്റെയൊക്കെ വില 3 മടങ്ങായി. സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ 3 മടങ്ങായി. ഈ ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, സാധാരണ ചെറിയ ആൾക്കാർ മുതൽ എത്ര വലിയ ആൾക്കാരായാലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അപ്പൊ അതുകൊണ്ടാണ് ഗാന്ധിജി ആദ്യമായി എന്ത് തിരഞ്ഞെടുത്തത്? ഉപ്പ് സത്യാഗ്രഹം അല്ലെ ഈ ഉപ്പ് കുറുക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു ദണ്ഡി യാത്ര അല്ലെ. കേട്ടിട്ടുണ്ട് അല്ലേ? വർഷം എന്നാ? 1930. ഡേറ്റ് പറയാൻ പറ്റുമോ? മാർച്ച് 12 ആരംഭിച്ചത്. 1930 മാർച്ച് 12 ആരംഭിച്ചത് അല്ലെ. എവിടെ നിന്ന് ആരംഭിച്ചു? ദണ്ഡി കടപ്പുറത്താണ് എത്തി ഉപ്പ് കുറിക്കിയത്. എവിടെ നിന്ന്? ഗാന്ധിജിയുടെ ഒരു ആശ്രമത്തിൽ നിന്നാണ് ആരംഭിച്ചത്. സബർമതി. എവിടെ നിന്നാണ്? സബർമതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ. അത് നമുക്കറിയാലേ. ഏത് വർഷം അറിയാമോ? 1915 ജനുവരി 9. ജനുവരി 9 എന്തായിട്ട് ആചരിക്കുന്നു? പ്രവാസി ഭാരതീയ ദിവസ്. അതിനുശേഷം ഗാന്ധിജി അഹമ്മദാബാദിൽ ഒരു ആശ്രമം സ്ഥാപിക്കും. ക്ലിയർ ആണല്ലോ. പിന്നീട് അത് എങ്ങോട്ട് മാറ്റും? സബർമതിയിലോട്ട് മാറ്റും. ഈ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ഏതിനു വേണ്ടി പുറപ്പെടുന്നത്? ദണ്ഡി യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. ഗാന്ധിജിക്ക് വേറൊരു ആശ്രമം ഉണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ, കേട്ടിട്ടുണ്ടോ? സേവാഗ്രാം ആശ്രമം എന്ന് കേട്ടോ. എവിടെ സ്ഥിതി ചെയ്യുന്നു? അല്ല, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ വാർധ. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ വാർധ. ആശ്രമം ഏതാ പറഞ്ഞേ? സേവാഗ്രാം. ഇത് സ്ഥാപിക്കാൻ ഒരു കാരണമുണ്ട്. ഗാന്ധിജി സബർമതിയിൽ നിന്ന് ദണ്ഡി യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ഗാന്ധിജി പറയും എന്ത് ചെയ്തു? ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി കൊടുത്തിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? ഈ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. ക്ലിയർ ആണല്ലോ. അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നത്. നിർഭാഗ്യവശാൽ ഗാന്ധിജിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല അല്ലേ. നമ്മളെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ കാലഘട്ടമൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ 2 ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അറിയോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഫിനിക്സ് ആശ്രമം കേട്ടിട്ടുണ്ട് അല്ലേ. ദക്ഷിണാഫ്രിക്കയിലാണ്. എവിടെയാണ്? ഡർബണിലാണ്. ഫിനിക്സ് ആശ്രമം എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ. രണ്ടാമതൊരു ആശ്രമം കൂടെ ഉണ്ട്, 1910 സ്ഥാപിച്ച.
അത് ജോഹന്നാസ്ബർഗിലാണ്, ദക്ഷിണാഫ്രിക്കയിൽ. അതേതാ? ടോൾസ്റ്റോയ് ഫാം. ഏതാണ്? ടോൾസ്റ്റോയ് ഫാം. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച 2 ആശ്രമങ്ങളാണ് ഏത്? ഒന്ന് ഫിനിക്സ് ആശ്രമം. എവിടെ സ്ഥാപിച്ചു? ഡർബൻ അല്ലെ. ടോൾസ്റ്റോയ് ഫാം എവിടെ സ്ഥാപിച്ചു? ജോഹന്നാസ്ബർഗ്. ഇനി ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജി പുറപ്പെടുകയാണ് അല്ലേ? ശരി. എത്ര ദിവസം സഞ്ചരിച്ചാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിയത്? 24 ദിവസം സഞ്ചരിച്ചു. എത്ര ദിവസം സഞ്ചരിച്ചു? 24. ഒരു ദിവസം 10 മൈൽ വീതമാണ് നടന്നത്. ഓർത്തിരിക്കണം. അപ്പൊ 24 ദിവസം എത്ര മൈൽ നടക്കും? 240 മൈൽ അല്ലേ? 240 മൈൽ അല്ലെങ്കിൽ 390 കിലോമീറ്റർ സഞ്ചരിച്ചാണ് എവിടെ എത്തിയത്? ദണ്ഡിയിൽ എത്തിയത് അല്ലേ? ഈ ദണ്ഡി കടപ്പുറം ഏത് പട്ടണത്തിന്റെ ഭാഗമാണെന്ന് അറിയാം? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഗുജറാത്തിലാണ് ദണ്ഡി കടപ്പുറം. ഏത് പട്ടണത്തിന്റെ ഭാഗമാണ്? ഒരു റാങ്ക് കിട്ടും. നവസാരി. അതാണ് നവസാരി. ദണ്ഡി കടപ്പുറം ഏത് പട്ടണത്തിന്റെ ഭാഗമാണ്? നവസാരി. ഇനി ഗാന്ധിജി എന്ന് ദണ്ഡി കടപ്പുറത്ത് എത്തി? 1930 ഏപ്രിൽ 5 എത്തി. 1930 ഏപ്രിൽ 5 എത്തി. തൊട്ടടുത്ത ദിവസമാണ് എന്ത് ചെയ്തത്? ഉപ്പ് കുറുക്കുന്നത്. അപ്പൊ എന്നായിരിക്കും? ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ച് എന്ത് ചെയ്യുന്ന ഉപ്പുണ്ടാക്കുന്നത്. ഓക്കെ. ഇനി ഇവരുടെ യാത്ര ഏകദേശം 4 ജില്ലകൾ പിന്നിട്ട്, 4 ജില്ലകളും 48 വില്ലേജുകളും പിന്നിട്ടാണ് എവിടെ എത്തിയത്? ദണ്ഡി കടപ്പുറം. അപ്പൊ എത്ര ജില്ലകൾ? 4 ജില്ലകളും 48 വില്ലേജുകളും പിന്നിട്ടാണ് എവിടെ എത്തിയത്? ദണ്ഡി കടപ്പുറത്ത് എത്തിയത് അല്ലെ? ഇനി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുന്ന മുമ്പ് ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം തേടി എന്ത് ചെയ്യും? ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം എന്ത് ചെയ്യും? സമുദ്രത്തിന് സംഭാവന ചെയ്യും. പറഞ്ഞതാരാണ്? ഗാന്ധിജി. എന്താണ് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും അല്ലേ? ഇനി ഗാന്ധിജി അന്ന് നടന്നു വന്ന ദണ്ഡിയിൽ നിന്ന്, അതായത് സബർമതിയിൽ നിന്ന് ദണ്ഡി വരെയുള്ള ദൂരം അല്ലേ, ആ വഴി ഇന്നൊരു നാഷണൽ ഹൈവേ ആണ്. നമുക്കൊന്ന് ഓർത്തിരിക്കാം. അത്ര നാഷണൽ ഹൈവേ 64 ആണ്. നാഷണൽ ഹൈവേ 64 ആണ്. ഓക്കെ. ഇനി അപ്പൊ ഗാന്ധിജി പറഞ്ഞ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും അല്ലേ? ഇനി നോക്കിയോ, ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എന്നാ വർഷം? 1882 അല്ലേ? ഇനി ഗാന്ധിജിക്ക് സത്യാഗ്രഹം എന്ന ആശയം എവിടെ നിന്ന് കിട്ടി? ഏത് ബുക്ക്? അല്ലല്ല, അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന ടോൾസ്റ്റോയുടെ കൃതിയിൽ നിന്നാണ്. ആ കൃതിയിലാണ് പാസീവ് റെസിസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നാണ് സത്യാഗ്രഹം എന്ന ആശയം കിട്ടുന്നത് അല്ലേ? മറ്റേതെന്താ പറഞ്ഞത്? എസ്സേ ഓൺ ദ ഡ്യൂട്ടീസ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ്. അത് നിയമലംഘന പ്രസ്ഥാനം. ഏതാണ്? നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം കിട്ടിയതാണ് ഏതിൽ നിന്ന്? എസ്സേ ഓൺ ദ ഡ്യൂട്ടീസ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് അല്ലേ? അത് എഴുതിയതാരാ? പുള്ളിക്കാരനെ ഓർമ്മ വരുമ്പോ ഒരു വാക്കുകൂടി ഓർമ്മ വന്നു. ബ്രെയിൻ റോട്ട് അല്ലേ? ഹെൻറി ഡേവിഡ് തോറോ വരുമ്പോ തിരിഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്, ഹെൻറി വിവിയൻ ഡെറോസിയ. അത് എന്തിന്റെ സ്ഥാപകൻ? യങ് ബംഗാൾ മൂവ്മെന്റ് അല്ലേ? ഇനി നമ്മുടെ 1930 29 ലാഹോർ സമ്മേളനമൊക്കെ കഴിഞ്ഞ് 1930 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടൊക്കെ അല്ലെ, 30 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനം ആചരിച്ചു. അതിനുശേഷം ഗാന്ധിജി ഇർവിനോട് ഒരു 11 അഭ്യർത്ഥനകൾ കൊടുക്കും. ഓക്കെ, ഇർവിൻ പ്രഭുവിനോട്. അപ്പോൾ ഇർവിൻ എന്ത് ചെയ്യും? ഇർവിൻ പ്രഭു അത് തള്ളിക്കളയും. അപ്പോൾ ഗാന്ധിജി പറയണേണ്, ഞാൻ മുട്ടുകാലിൽ നിന്ന് അപ്പം ചോദിച്ചു, കിട്ടിയത് കല്ലാണ്. മറന്നുപോലെ കേട്ടോ, ഞാൻ അപ്പം ചോദിച്ചു, കിട്ടിയത് കല്ലാണ്. പിന്നെ ഈ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ഇർവിൻ പരിഹസിക്കുകയും കൂടെ ചെയ്തു അല്ലേ? ചായക്കോപ്പിലെ കൊടുങ്കാറ്റ്, ചായക്കോപ്പിലെ കൊടുങ്കാറ്റ്. പിന്നെ ഉണ്ട് കിൻഡർ ഗാർട്ടൻ സ്റ്റേജ്. അപ്പൊ 2 പരിഹാസ വാക്കുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാ? കൊടുങ്കാറ്റ്, കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് അല്ലേ? ഈ കിൻഡർ ഗാർട്ടൻ സ്റ്റേജിൽ നിന്ന് 2 പേരുണ്ട് കേട്ടോ പരിഹസിച്ച. ഒന്ന് ഇർവിനും പരിഹസിച്ചു, 2 ലോർഡ് ബ്രെയിൽഡ് ഫോർഡ്. ലോർഡ് ബേൾഡ് ഫ്രോഡ്.
അതായത് കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് പരിഹസിച്ചത് ലോർഡ് ബ്രെയിൽഡ് ഫോർഡ്. ഓക്കെ, ആരാണ്? ലോർഡ് ബ്രെയിൽഡ് ഫോർഡ്. ഓക്കെ, അപ്പോൾ ഇർവിൻ, ഈ ഇർവിനെ പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻ വൈസ്രോയി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? ജൂത വൈസ്രോയി അറിയോ? ജൂത വൈസ്രോയി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ക്രിസ്ത്യൻ വൈസ്രോയി ഇർവിൻ. അപ്പം ജൂത വൈസ്രോയി കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ശരി, അപ്പം ഞാൻ അപ്പം ചോദിച്ചു, കിട്ടിയത് കല്ലാണ് അല്ലേ? ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് പിന്നെ ഗാന്ധിജിയെ പരിഹസിച്ച കാര്യം പറഞ്ഞു. ഈ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയോട് ഉപമിച്ച ഒരു വ്യക്തിയുണ്ട്, പറയാം. 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു. അപ്പൊ മോത്തിലാൽ നെഹ്റു എന്താ വിശേഷിപ്പിച്ചത്? ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര. ഇനി ഒന്ന് പറയാം, എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കം. എന്താണ്? എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കം. ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആണ് വിശേഷിപ്പിച്ചത്. എന്ത് വിശേഷിപ്പിച്ചു? എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കം. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മോത്തിലാൽ നെഹ്റു അല്ലേ? ഇനി നോക്കിയോ, ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക് ആര് പറഞ്ഞ? ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി അല്ലേ? അതും മോത്തിലാൽ നെഹ്റുവിന്റെ മകനാണ്, ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ? ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചു. മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പാലായനം. PC റോയ്. ആരാണ്? PC റോയ്. ഓക്കെ, ഇനി ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, കയ്യൂക്കിനെതിരെയുള്ള സമരത്തിൽ എനിക്ക് ലോകത്തിന്റെ അനുകമ്പ ആവശ്യമാണ്. എന്താ പറഞ്ഞത്? കയ്യൂക്കിനെതിരെയുള്ള സമരത്തിൽ എനിക്ക് ലോകത്തിന്റെ അനുകമ്പ ആവശ്യമാണ്. അപ്പൊ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? ദണ്ഡി യാത്രയെ കുറിച്ചാണ്. ഏതാണ്? ദണ്ഡി യാത്രകൾ അല്ലേ? ഗാന്ധിജി ഇനി ദണ്ഡി കടപ്പുറത്തെത്തി. ആദ്യം ചെയ്തത് ഒരു പിടി മണ്ണ് വാരി ഇങ്ങനെയൊക്കെ മുഷ്ടിയിൽ ചുരുട്ടി പിടിച്ചു. ഓക്കെ, ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഞാൻ കുലുക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചതും ഏതിലാണ്? ദണ്ഡി യാത്രകളാണ്. എന്താണ്? ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഞാൻ കുലുക്കും അല്ലേ? ഗാന്ധിജി ഇതുപോലെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. പ്ലാസി ബക്സാർ എന്ത് ചെയ്തു? അത് ഇളക്കി എന്ന് പറയുന്നു അല്ലേ? ഇനി പ്രധാന കണ്ടന്റിലേക്ക് വരാം. ഈ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര പേര് കൂടെ ഉണ്ടായിരുന്നു? 78. 72 കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം. 78 പേരും പിന്നെ ആരും ഉണ്ടായിരുന്നു? ഗാന്ധിജി. ഇതിൽ 5 മലയാളികളുണ്ടായിരുന്നു അല്ലേ? 5 മലയാളികൾ. ഓക്കെ, ഈ സ്ഥലപ്പേര് വെച്ച് പഠിച്ചാൽ എളുപ്പമല്ലേ? ഒന്ന് നമ്മൾ അടുത്ത സ്ഥലം തന്നെ, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര C. കൃഷ്ണൻ നായർ. ആരാണ്? നെയ്യാറ്റിൻകര C. കൃഷ്ണൻ. ആര്? കോമള. പൊന്നീര ബന്ധുവായിരിക്കും അല്ലേ? അല്ല. അപ്പൊ നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ. ഓക്കെ, ഇനി കോട്ടയം ടൈറ്റസ്. ആരാണ്? കോട്ടയം ടൈറ്റസ്. ഷൊർണൂരുള്ള ഒരു രാഘവ പൊതുവാളുണ്ട്. ഷൊർണൂരുള്ള രാഘവ പൊതുവാൾ. മായങ്കരയുള്ള ഒരു ശങ്കരൻ. മായങ്കര ശങ്കരമുണ്ട്. പിന്നെ ഒരു തപൻ നായർ കേട്ടോ. തപൻ നായർ മലയാളിയായിരുന്നു, പക്ഷെ മദ്രാസിനെ പ്രതിനിധീകരിച്ചാണ് വന്നത് അല്ലേ? തപൻ നായർ മലയാളിയായിരുന്നു, പക്ഷെ എവിടെ പ്രതിനിധീകരിച്ച വന്നത്? മദ്രാസ്. അപ്പൊ ഇനി സ്ഥലം കിട്ടിയാ പറയല്ലോ, കോട്ടയത്തു നിന്നുള്ള ആരാ? ടൈറ്റസ് അല്ലേ? നെയ്യാറ്റിൻകരയുള്ള ശ്രീ കൃഷ്ണൻ നായർ. പരീക്ഷയിൽ കോമളം തപ്പിയിരിക്കില്ലേ കേട്ടോ? C. കൃഷ്ണൻ നായർ. ഓക്കെ, അപ്പൊ ഷൊർണൂരുള്ള രാഘവ പൊതുവാൾ, മായങ്കരയുള്ള ശങ്കരൻ, പിന്നെ തപൻ നായരും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഗാന്ധിജിയുടെ ഒരു വനിത ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട സരോജിനി നായിഡു ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇനി ഇതിന്റെ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത, വൻതോതിൽ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ദേശീയ സമരം. ഓക്കെ, വൻതോതിൽ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ദേശീയ സമരമാണ് അല്ലേ? ഇനി ഇങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തില് സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അല്ല, കമലാദേവി ചാതോപാധ്യായ. ആരാണ്? കമലാദേവി ചാതോപാധ്യായ.
ചോദ്യം എങ്ങനെ വരും? സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു അല്ലേ. ഇനി ഇവര് പോകുമ്പോൾ ഒരു പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് അല്ലെ, ഒരു ഭജനയൊക്കെ പാടിയാണ് പോകുന്നത്. ഏത്? രഘുപതി രാഘവ രാജാറാം ഭജനയൊക്കെ പാടിയാണ്. ഇതിന് സംഗീതം കൊടുത്ത ആളെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാ? വിഷ്ണു ദിഗംബർ പുലിസ്കർ. ആരാണ്? വിഷ്ണു ദിഗംബർ പുലിസ്കർ. വിഷ്ണു ദിഗംബർ പുലിസ്കർ. ഓക്കെ. അങ്ങനെ എത്ര ദിവസം കൊണ്ട് അവിടെ എത്തിയ ദണ്ഡിയില്? 24. എത്ര മൈല് പിന്നിട്ടു? 240 കിലോമീറ്റർ ആണെങ്കിൽ 390 കിലോമീറ്റർ കേട്ടോ. 385 എന്നുണ്ട്, 386 ഉണ്ട്, അതൊക്കെ കണ്ടോ. 390 എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ ഈ ദണ്ഡി യാത്രയെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് പരിഹസിച്ചത് ഇർവിൻ. ഈ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക് അല്ല, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് പറയണമെങ്കിൽ ആരായിരിക്കും? നിഗൂഢമായ ഒരു വാക്കായി മാറി. ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഈ മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചാണ് ഇസ്രയേൽ അല്ലേ. ഈ ഗാന്ധിജി കയ്യൂക്കിനെതിരെയുള്ള സമരത്തിന് എനിക്ക് ലോകത്തിന്റെ അനുകമ്പ ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഏത് സത്യാഗ്രഹത്തോടാ? ദണ്ഡി യാത്രയാണ് അല്ലേ. ഇനി ആരതി നമ്മളൊരു ഷോർട്സിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ ടൈം മാഗസീനുമായി ബന്ധപ്പെട്ട് ഓർമ്മ ഉണ്ടോ? കവർ ചിത്രത്തിൽ ഇടം നേടി 1930-ലാണ്. 1930 ടൈം മാഗസീന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ. പിന്നെ ഒരു വേർഡ് പറഞ്ഞല്ലോ, ആ ശോഷിച്ച സന്യാസിക്ക് അധിക ദൂരം ശാരീരികമായി അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതിയത് ആരാണ്? ടൈം മാഗസിൻ. അത് മാത്രമല്ല, മെലിഞ്ഞ ശരീരവും ചിലന്തി വല പോലത്തെ വസ്ത്രം എന്ന് പരിഹസിച്ചിട്ടുണ്ട് ഗാന്ധിജി അല്ലേ. മെലിഞ്ഞ ശരീരവും ചിലന്തി വല പോലത്തെ വസ്ത്രം എന്ന് ഗാന്ധിജിയെ പരിഹസിച്ചതും ആര് തന്നെയാണ്? ഓക്കെ. ഇനി നോക്കിയോ, പറയാൻ പറ്റുമോ നോക്കിയോ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ ആദ്യ വ്യക്തി? ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ ആദ്യ വ്യക്തി 1928 ഒരു സത്യാഗ്രഹം നടത്തിയ വ്യക്തിയാണ്. അതേത് സത്യാഗ്രഹം? ബർദോളി. ആ വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യ വനിതയെ ചോദിക്കുകയാണെങ്കിൽ രുക്മിണി ലക്ഷ്മി പതേ. പഠിച്ചു വെച്ചാൽ നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യത്തെ വനിത പറ. രുക്മിണി ലക്ഷ്മി പതി. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യ വനിതയാണ്. ഇനി ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് സമരം നയിച്ചതാര്? ആരാ അറിയോ? അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജി. ഓക്കെ. ഇനി ഗാന്ധിജി അറസ്റ്റ് ചെയ്തത് 1930 മെയ് 5-നാണ്. 1930 മെയ് 5. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിക്കുക അല്ലേ. ഏത് ജയിലിലെന്നറിയാം? അത് തന്നെയാണ് ഏർവാദ ജയിൽ. ഏർവാദ ജയിൽ എവിടെ സ്ഥിതി ചെയ്യണേ? പറഞ്ഞു നോക്കൂ. പൂനെയിലാണ്. എവിടെയാണ്? പൂനെ. ഇതിനൊരു പ്രത്യേകതകളുണ്ട്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞത് ഏർവാദ ജയിലിൽ. അപ്പൊ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞത് ഏർവാദ ജയിലാണ്. ഒരു അടിപൊളി പോയിന്റ് ഉണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥ എന്താ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇത് ഗാന്ധിജി എഴുതിയത് എവിടെ വെച്ചാണ്? ഏർവാദ ജയിലിൽ വെച്ചാണ് അല്ലേ. ഇനി 1-2 സ്ഥലങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തായിരുന്നു നോക്കാം. ഒന്ന് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ വേദാരണ്യത്താണ്. ആരാ? വേദാരണ്യം ഗാന്ധി. സി രാജഗോപാലാചാരി. ആരാണ്? സി രാജഗോപാലാചാരി. ഇദ്ദേഹത്തിന് ഒരു വിശേഷണം ഉണ്ടല്ലോ, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അപ്പം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് സമരം നയിച്ചത് അബ്ബാസ് തിയാബ്ജി ആണ് കേട്ടോ. പിന്നീട് ഈ അബ്ബാസ് തിയാബ്ജി അറസ്റ്റ് ചെയ്യും. പിന്നെ നേതൃത്വം നൽകുന്നത് സരോജിനി നായിഡു ആണ് കേട്ടോ.
ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് എവിടെയെന്ന് പറഞ്ഞു? ഓ, ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ്? ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞത് യർവാദ ജയിൽ എവിടെയാണ്? പൂനെയിലാണ്. അപ്പൊ വേദാരണ്യം ഗാന്ധി. ഓക്കെ, ഇത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് അദ്ദേഹം മാർച്ച് നടത്തിയത്. ഏത് മുതൽ ഏതുവരെ? തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് എന്ത് ചെയ്ത ജാഥ നടത്തിയത് അല്ലേ. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ബംഗാളിലെ പ്രധാന വേദിയായിരുന്നു നവഖാലി. ഏതാണ്? നവഖാലി. ഉപ്പ് സത്യാഗ്രഹത്തിലെ ബംഗാളിലെ പ്രധാന വേദി ഏതെന്ന് ചോദിച്ചാൽ നവഖാലി. ഈ നവഖാലിക്ക് വേറെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നവഖാലി അല്ലേ, അവിടെ എന്തായിരുന്നു? അവിടെ സത്യാഗ്രഹത്തിലായിരുന്നു, നവഖാലിയിലായിരുന്നു. അവിടെ വർഗീയ ലഹള നടക്കുന്നതായിരുന്നു അല്ലേ. അതിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്തു? സത്യാഗ്രഹം അനുഷ്ഠിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? നവഖാലി. ഇനി നാഗാലാൻഡിൽ നേതൃത്വം നൽകിയത്, അതായത് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയത് അല്ല, അത് വടക്ക് പടിഞ്ഞാറാണ്. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ റാണി ഗൈഡിലു. ആരാണ്? റാണി ഗൈഡിലു. ഇവർക്ക് ഒരു വിശേഷണം ഉണ്ടല്ലോ, നാഗന്മാരുടെ റാണി അല്ലേ. അപ്പൊ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗൈഡിലു. ഇങ്ങനെ വിശേഷിപ്പിച്ചതാരാ? അല്ല, നെഹ്റുവാണ്. ആരാണ്? നെഹ്റു. ഇവര് ചെറിയ പ്രായത്തിൽ തന്നെ ഇവര് എന്ത് ചെയ്തു? ജയിലിൽ അടക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ജയിൽ മോചിതനായത്. 1947 ഓഗസ്റ്റ് 15 ശേഷമാണ് ഇവരെന്ത് ചെയ്തത്? അപ്പൊ നല്ലൊരു കാലം മൊത്തം അതിനകത്തായിരുന്നു, ജയിലിലായിരുന്നു. അപ്പൊ ഇവരെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു. ഇനിയാണ് നേരത്തെ പറഞ്ഞ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകൾ, അതായത് പാകിസ്ഥാന്റെ ഭാഗമൊക്കെ പെഷവാർ, ഇവിടെയൊക്കെ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇദ്ദേഹത്തിന് ഒരു വിശേഷണം ഉണ്ടല്ലോ, അതിർത്തി ഗാന്ധി അല്ലേ. ഭാരതരത്ന നേടിയ ഏക പാകിസ്ഥാനിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇനി പാകിസ്ഥാന്റെ സിവിലിയൻ പുരസ്കാരമുണ്ട്, അത് നേടിയ ഏക ഇന്ത്യക്കാരുണ്ട്. ആരാ? പാകിസ്ഥാന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി. ആരാണ്? മൊറാർജി ദേശായി. ഇനി ഒറീസയില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഗോപ ബന്ധു ചൗധരി. ആരാണ്? അപ്പൊ ഒറീസയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചൗധരി. ഓക്കെ, ഗുജറാത്തിലെ ധാരാസനയിൽ നേതൃത്വം നൽകിയത് അതാണ് ഒരു വനിതയാണ്, സരോജിനി നായിഡു. ഗുജറാത്തിലെ ധാരാസനയിൽ നേതൃത്വം നൽകിയതാണ് സരോജിനി നായിഡു. ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ട് പറഞ്ഞുതരാം. ഓക്കെ, ചോദിച്ച റാങ്ക് അടിക്കും. ഓക്കെ, ധാരാസനയിലെ സത്യാഗ്രഹത്തെ ആധാരമാക്കി ചങ്ങമ്പുഴ രചിച്ച കാവ്യം. ക്വസ്റ്റ്യൻ എന്താണ്? ധാരാസനയിലെ സത്യാഗ്രഹത്തെ ആധാരമാക്കി ചങ്ങമ്പുഴ രചിച്ച കാവ്യം വീരവൈരാഗ്യം അഥവാ ധാരാസനയിലെ ധർമ്മഫടൻ. എന്താണ്? വീരവൈരാഗ്യം അഥവാ ധാരാസനയിലെ ധർമ്മഫടൻ. ഒന്ന് പറഞ്ഞു നോക്കൂ. വീര അഥവാ ധാരാസനയിലെ ധർമ്മഫടൻ. ഓക്കെ, ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയുണ്ട് അല്ലേ. ഗാന്ധി ഇർവിൻ ഉടമ്പടി. വർഷം എന്നാ? 1931. ഡേറ്റ് കൂടെ പറയാൻ പറ്റൂ? മാർച്ച് 5-നാണ്. 1931 മാർച്ച് 5. എവിടെ വെച്ചായിരുന്നു? ഡൽഹിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിന് എന്തെന്ന് അറിയപ്പെടുന്നു? ഡൽഹി ഉടമ്പടി എന്ന് പറഞ്ഞാൽ. ഈ സമയത്താണ് നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ അപമാനിച്ചത്. എങ്ങനെ? അർദ്ധനഗ്നനും രാജ്യദ്രോഹിയുമായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ച ഈ സമയത്താണ്. ഓക്കെ, ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്നാണ് ഗാന്ധിജി എവിടെ പങ്കെടുത്ത? 2ാം വട്ടമേശ സമ്മേളനത്തിൽ. എവിടെയാണ്? 2ാം വട്ടമേശ സമ്മേളനത്തിൽ. 1ാം വട്ടമേശ സമ്മേളനം പരാജയമായിരുന്നു അല്ലേ, കോൺഗ്രസിന്റെ പ്രാതിനിധ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത വനിത ഗാന്ധിജി പോയ കപ്പൽ അറിയോ? കപ്പലിലാണ് പോയത്. SS രജപുത്താന. കേട്ടിട്ടുണ്ടല്ലേ? SS രജപുത്താന അല്ലെ. ഇനി ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? അവിടെ ഒരു മാർക്ക് പോകും കേട്ടാ.
ആരായിരുന്നു ഈ ഉടമ്പടി വെച്ചപ്പോൾ ആരായിരുന്നു? ഇർവിനായിരുന്നു. പിന്നെ ഇർവിൻ രാജിവെച്ച് പിന്നെ ആര് വരും? വെല്ലിംഗ്ടൺ വരും. അപ്പൊ 2-3 വട്ടമേശ സമ്മേളനങ്ങളിൽ വൈസ്രോയി ആരായിരുന്നു ചോദിച്ചാൽ ഇർവിനാണ്. ഓക്കെ, 2-3 വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ വെല്ലിംഗ്ടൺ ആണ്. അപ്പൊ ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇർവിനാണ്, 2-3 വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയി വെല്ലിംഗ്ടൺ. അപ്പൊ പറഞ്ഞോ, ധാരാസനയിലെ സത്യാഗ്രഹത്തെ ആധാരമാക്കി ചങ്ങമ്പുഴ രചിച്ച കാവ്യം ധാരാസനയിലെ ധർമ്മപട. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് പഠിക്കുന്നില്ല, സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യ വനിതയെ ചോദിച്ചാൽ രുക്മിണി ലക്ഷ്മിപതി. ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് സമരം നയിച്ചത് അബ്ബാസ് തിയാബ്ജി. ആരാണ്? അബ്ബാസ് തിയാബ്ജി അല്ലേ? ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് എവിടെ പാർപ്പിച്ചു? ഏർവാദ ജയിൽ എവിടെയാണ്? പൂനെ. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് നേതൃത്വം നൽകിയത് അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? പിന്നെ ഗാന്ധിജിയുടെ ബംഗാളിലെ പ്രധാന ഉപ്പ് സത്യാഗ്രഹ വേദിയായിരുന്നു നവഖാലി. നാഗാലാൻഡിലെ നേതൃത്വം നൽകിയത് റാണി ഗൈഡിലോ. വിശേഷണം പറ. ഇങ്ങനെ വിശേഷിപ്പിച്ചതാര്? ഓക്കെ, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നേതൃത്വം ഖാൻ അബ്ദുൽ ഗഫർ. വിശേഷണം പറ. ഭാരതരത്ന നേടിയ ഏക പാകിസ്ഥാനി അല്ലേ? ഇനി പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണെങ്കിൽ മൊറാർജി ദേശായി. ഒറീസയിൽ നേതൃത്വം നൽകിയത് ഗുജറാത്തിലെ ധാരാസനയിൽ നേതൃത്വം നൽകിയത് സരോജിനി നായിഡു അല്ലേ? ഈ ഉപ്പ് സത്യാഗ്രഹം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി തീയതി ഡേറ്റൊക്കെ പറ. 1931 മാർച്ച് 5. അപ്പൊ ദണ്ഡിയാത്ര എന്നായിരുന്നു? 30 മാർച്ച് 12. ഉപ്പ് കുറുക്കിയത് ഏപ്രിൽ 6. ഏപ്രിൽ 5 എത്തിയിട്ട് ഏപ്രിൽ 6 കുറുക്കി അല്ലേ? ആ നാഷണൽ ഹൈവേ ഏതെന്ന് ഓർമ്മ ഉണ്ടോ? NH 64. എത്ര ജില്ലകൾ പിന്നിട്ടു? എത്ര വില്ലേജ് പിന്നിട്ടു? എത്ര മൈലുകൾ? 240 അപ്പൊ എത്ര ദിവസം നടന്നു? 24 ദിവസം. ഒരു ദിവസം 10 മൈൽ വരെ 24 ദിവസം നടന്നു അല്ലേ? കിലോമീറ്റർ ചോദിച്ചാൽ 390 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആണ്? ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ സ്ത്രീകളെ കൂടി പങ്കെടുക്കണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വ്യക്തി വനിത കമലയാണ് കേട്ടോ. കമലാദേവി ചാദ്യോപാധ്യായ. ഏതാണ്? ചാദ്യോപാധ്യായ. ഗാന്ധിജിയോടൊപ്പം എത്ര വ്യക്തികളൂടെ ഉണ്ടായിരുന്നു? മലയാളികളെ പറ. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള കൃഷ്ണൻ നായർ, കോട്ടയത്ത് നിന്നുള്ള ടൈറ്റസ്, പിന്നെ മദ്രാസിൽ നിന്ന് വന്ന തപൻ നായർ. ആരാണ്? തപൻ നായർ. ഷൊർണൂരുള്ള രാഘവ പൊതുവാൾ, മായങ്കരയുള്ള ശങ്കരനും ഉണ്ടായിരുന്നു അല്ലേ? ഇനി ഗാന്ധിജിക്ക് ഈ സത്യാഗ്രഹം എന്ന ആശയം എവിടെ നിന്നാണ് ലഭിച്ചത്? ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു അല്ലേ? ഗാന്ധിജിക്ക് നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം കിട്ടിയത് ഒരു ലേഖനത്തിൽ നിന്നാണ് അല്ലേ? ഏത് ലേഖനം? എസ്സേ ഓൺ ദ ഡ്യൂട്ടീസ് ഓഫ് സിവിൽ ഡിസോബിഡിയൻസ്. ഇത് എഴുതിയതാരാ? ഹെൻറി ഡേവിഡ് തോറോ. ഹെൻറി വിവിയൻ ഡെറോസിയ. ആരാ? യങ് ബംഗാൾ മൂവ്മെന്റ്. ഓക്കെ, പൊന്നി നോക്കി വായിക്കണ്ട, ഓർമ്മയിൽ നിന്ന് എടുത്ത് പറ കേട്ടാ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ചോദിച്ചാൽ രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭം. ഓക്കെ, ഈ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ സംഭവം ജാലിയൻവാല അല്ലേ? ഇനി ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം അല്ലെ? പ്രതിരോധമില്ലാത്തവരായി തീരുകയും ജനക്കൂട്ടത്തിന്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തിയത് ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഗാന്ധിജി പറഞ്ഞത് ഏത് സംഭവത്തെയാണ്? ചൗരി ചൗര സംഭവത്തെ കിടന്നു അല്ലെ? ഗാന്ധിജി 6 വർഷം തടവിന് ശിക്ഷിച്ച ജഡ്ജിയായിരുന്നു ബ്രൂംഫീൽഡ് അല്ലെ? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാര. ഏത് വർഷം? 1917. ഓക്കെ ആണല്ലോ? ഇതിന്റെ പരീക്ഷ ഇട്ടാൽ ഫുള്ള് വാങ്ങിക്കുമല്ലോ. ഓക്കെ,
അപ്പോൾ ഇനി ഒരു ചെറിയ പോർഷനോടെ നോക്കാം. നമുക്ക് കേരള ഉപ്പ് സത്യാഗ്രഹം കൂടെ നോക്കുമ്പോൾ ഈ ടോപ്പിക് ഏകദേശം കവറാവും അല്ലേ. ഈ നമുക്ക് നേതൃത്വം അറിയാലോ കേരള ഉപ്പ് സത്യാഗ്രഹം. ആരാ? കെ കേളപ്പൻ. വിശേഷണം എന്താ? കേരള ഗാന്ധി എന്ന് പറയാം. കേരള ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂർ. ഇതിനെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു അല്ലേ. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹം എവിടെ നിന്ന് എവിടെയായിരുന്നു? അല്ല, അവിടെയാണ് സമാപനം അല്ലേ. ഈ കെ കേളപ്പ എവിടെയാണ് ജനിച്ചതെന്ന് അറിയാം? കോഴിക്കോട് ജില്ലയിലെ മുച്ചുക്കുന്ന് ഗ്രാമത്തിലെ മൂടാടിയിൽ ജനനമാണ് കേട്ടോ. മുച്ചുക്കുന്ന് ഗ്രാമത്തിൽ മൂടാടി. അപ്പം അത് ഓർത്ത് വെച്ചാൽ ഈ കെ കേളപ്പൻ കോഴിക്കോട് നിന്നാണ് യാത്ര ആരംഭിച്ചത്. എത്ര പേര് കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 32 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 32 അല്ലേ. ഈ പട്ടിണി ജാഥ നയിച്ചതാരാ? AKG കൂടെയും 32 പേരുണ്ടായിരുന്നു അല്ലേ. കേളപ്പ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹ യാത്ര നടത്തിയപ്പോൾ എത്ര പേര്? പട്ടിണി ജാഥയിൽ AKGയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? 32. ഓക്കെ. ഇനി കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച് അവർ പയ്യന്നൂർ എത്തണം. പയ്യന്നൂർ ഒരു കടവുണ്ട്, ഒളിയത്ത് കടവ് കേട്ടോ. ഈ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാലും ഒളിയത്ത് കടവ്. അവിടെ വെച്ചാണ് ഉപ്പ് കുറുക്കുന്നത് അല്ലേ. ഇനി ആദ്യമായി ഉപ്പ് കുറുക്കിയ വ്യക്തിയാണ് TR കൃഷ്ണസ്വാമി അയ്യരാണ് അല്ലേ. TR കൃഷ്ണസ്വാമി അയ്യർ. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ? പാലക്കാട് അകത്തേത്തറ പുള്ളിക്കൊരു ആശ്രമമുണ്ട്. ഒരു ഗാന്ധിയനാണ്. പാലക്കാട് അകത്തേത്തറയിലൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിന്റെ പേരാണ് ശബരി ആശ്രമം. ഈ ഇടയ്ക്കൊരു പരീക്ഷകളിൽ ചോദിച്ച കാര്യമാണ് അല്ലേ. ശബരി ആശ്രമം പാലക്കാട് അകത്തേത്തറ സ്ഥാപിച്ചതായിരുന്നു വെച്ചാൽ TR കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ. ഈ ആശ്രമത്തിനെ ഗാന്ധിജി ഒരു 3 പ്രാവശ്യം വന്നപ്പോൾ, കേരളത്തിൽ എത്ര പ്രാവശ്യം ഗാന്ധിജി വന്നിട്ടുണ്ട്? 5 പ്രാവശ്യം. ഇതിൽ 3 പ്രാവശ്യം സന്ദർശിച്ച ഒരു ആശ്രമമാണ് ഏത്? ശബരി ആശ്രമം അല്ലേ. ഈ ശബരി ആശ്രമം സന്ദർശിച്ചിട്ട് ഗാന്ധിജി ശബരി ആശ്രമത്തെ വിശേഷിപ്പിച്ചത് കേരള സബർമതി എന്നാണ്. ഓക്കെ. കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമമാണ് ഏത്? ശബരി ആശ്രമം അല്ലേ. ഗാന്ധിജി പിന്നെ സ്ഥിരമായി സന്ദർശിച്ച ഒരു ആശ്രമം ഉണ്ടായിരുന്നു, ആനന്ദാശ്രമം. ഇതെവിടെയാണ്? ഇത് പയ്യന്നൂരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലമല്ലേ പയ്യന്നൂർ. അപ്പൊ ആനന്ദാശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു? പയ്യന്നൂർ അല്ലേ. ഗാന്ധിജി വന്നു, ഇവിടെ ഒരു മാവൊക്കെ നട്ടിട്ടുണ്ട്, ഗാന്ധി മാവ്. കൂടാതെ ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന ഈ ആനന്ദാശ്രമത്തിലെ ഒരു ഗാന്ധിജി ചിതാഭസ്മത്തിന്റെ ഒരു അംശം എവിടെ സൂക്ഷിച്ചിട്ടുണ്ട്? ആനന്ദാശ്രമം സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് TR കൃഷ്ണസ്വാമി അയ്യരെ കുറിച്ചാണ് അല്ലേ. എന്താ പറഞ്ഞത്? ആദ്യമായി ഉപ്പ് കുറുക്കിയ വ്യക്തി അല്ലേ. ശരി. ഇനി ജാഥയുടെ ഉപ്പ് സത്യാഗ്രഹ ജാഥയുടെ ലീഡർ ആരായിരിക്കും? കെ കേളപ്പൻ. ഇനി തെറ്റിപ്പോലെ. ജാഥ ക്യാപ്റ്റനെ ചോദിച്ചാൽ KT കുഞ്ഞിരാമൻ നമ്പ്യാർ. ആരാണ്? അപ്പൊ ജാഥ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇനി ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ തിരുവിതാംകൂറിൽ നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ. ആരാ അറിയോ? P കൃഷ്ണപിള്ള. ആരാണ്? P കൃഷ്ണപിള്ള. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ? എവിടെ? എന്നിട്ട് പുള്ളിക്ക് അവിടെ നിന്ന് മർദ്ദനമൊക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് അല്ലേ ഉഷിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. എന്താ പറഞ്ഞത്? ഉഷിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. ഓക്കെ എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാരനാണ് അല്ലേ. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പുള്ളിക്കാരൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, വാഴുക വാഴുക ഭാരത സമുദായം വാഴുക, വീഴുക വീഴുക ബ്രിട്ടീഷ് ഭരണം വീഴുക. എന്താണ്? വാഴുക വാഴുക ഭാരത സമുദായം വാഴുക, വീഴുക വീഴുക ബ്രിട്ടീഷ് സമുദായം. അപ്പൊ കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് സമരം നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ മൊയ്യാരത്ത് ശങ്കരൻ. ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിലെ കേരളത്തിലെ നേതാവായിരുന്നു കെ കേളപ്പൻ. കേളപ്പനെ അറസ്റ്റ് ചെയ്തു അല്ലേ. പിന്നെ സമരം നയിച്ചത് മൊയ്യാരത്ത് ശങ്കരൻ. ഓക്കെ. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിലെ ജാഥ ലീഡർ ആയിരുന്നു ആര്? കെ കേളപ്പൻ തന്നെ അല്ലേ. ജാഥ ക്യാപ്റ്റൻ KT കുഞ്ഞിരാമൻ നമ്പ്യാർ. ആരാണ്? കുഞ്ഞിരാമൻ നമ്പ്യാർ. ഓക്കെ. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിലെ ഈ യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തിയുണ്ട്, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തിയാണ് കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ക്ലിയർ ആണേ. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ
നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളും പ്രശ്നങ്ങളും ആയപ്പോൾ ഈ സ്ഥലം കുറച്ചൊന്ന് മാറ്റി അല്ലേ. എവിടെയൊക്കെ മാറ്റിയെന്ന് വെച്ചാൽ കോഴിക്കോട് എവിടെയൊക്കെ മാറ്റി? ബേപ്പൂരാണ് കേട്ടോ. കോഴിക്കോട് മാറ്റി. അപ്പം രണ്ടാം വേദി ഏതെന്ന് ചോദിച്ചാൽ, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ രണ്ടാം വേദി ഏതെന്ന് ചോദിച്ചാൽ ബേപ്പൂരാണ്, കോഴിക്കോട് അല്ലേ. അപ്പൊ കോഴിക്കോട് നിന്നും പയ്യന്നൂരേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയതായിരുന്നു വെച്ചാൽ കേളപ്പൻ. കോഴിക്കോട് നേതൃത്വം നൽകിയതായിരുന്നു ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഉപ്പ് സത്യാഗ്രഹത്തിൽ കോഴിക്കോട് നേതൃത്വം നൽകിയത് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് കേളപ്പൻ. ഇനി നേരത്തെ പറഞ്ഞല്ലോ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് കൃഷ്ണസ്വാമി അയ്യർ. ഇനി പഠിച്ചു വെച്ചോ, പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച വ്യക്തി ഈ മൊയ്തു മൗലവി. ആരാണ്? എവിടെ നിന്ന് എവിടേക്ക്? പൊന്നാനിയിൽ നിന്നും പയ്യന്നൂർ. ഇപ്പൊ ടി.ആർ. കൃഷ്ണസ്വാമി ആയിരുന്നെങ്കിലോ പയ്യന്നൂരിലേക്ക്, കേളപ്പനാണെങ്കിലോ പയ്യന്നൂരിലേക്ക്. ഇനി രണ്ട് കിടിലം പോയിന്റുകളാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലാവുകയും 43 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത വ്യക്തി. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലാവുകയും എത്ര ദിവസം? 43 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത വ്യക്തി. പറയാം. അടിയോടി. PC കുഞ്ഞിരാമൻ അടിയോടി. ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടി. അടുത്തൊരു ചോദ്യം കേട്ടോ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനോടൊപ്പം ജയിൽ ശിക്ഷ അനുഭവിച്ച വനിത. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2 മാസം പ്രായമുള്ള കുഞ്ഞിനോടൊപ്പം ജയിൽ ശിക്ഷ അനുഭവിച്ച വനിത. AV കുട്ടിമാളു അമ്മ. ആരാണ്? AV കുട്ടിമാളു അമ്മ. ഇനി നമ്മൾ പറഞ്ഞില്ലല്ലോ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചതെന്ന കോഴിക്കോട് നിന്ന് 1930. അതാണ് ഏപ്രിൽ 13 കേട്ടോ. 1930 ഏപ്രിൽ 13. ഈ ഏപ്രിൽ 13 നമ്മൾ മുമ്പ് ഒരു ഡേറ്റ് പറഞ്ഞല്ലോ. ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ്. അത് ഏത് വർഷം? 1919 ഏപ്രിൽ 13. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്രയുടെ തുടക്കം കുറിച്ചതെന്നാണ് 1930 ഏപ്രിൽ 13. ഇത് അവസാനിച്ചതെന്ന ഏപ്രിൽ 21 എവിടെ എത്തി? പയ്യന്നൂരെത്തി ഉപ്പ് കുറുക്കി. ആദ്യമായിട്ട് ഉപ്പ് കുറുക്കിയതാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ അല്ലെ. തികഞ്ഞൊരു ഗാന്ധിയനായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ആശ്രമം സ്ഥാപിച്ചു, ശബരി ആശ്രമം. എവിടെയാണ്? പാലക്കാട് എന്നുള്ള അകത്തേത്തറ അല്ലേ. ഈ ശബരി ആശ്രമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട് കേരള സബർമതി. എന്താണ്? കേരള സബർമതി അല്ലെ. ഈ യങ് ഇന്ത്യ പത്രം കേട്ടിട്ടുണ്ടോ? ആരുടെയാണ്? ഗാന്ധിജി. യങ് ഇന്ത്യയുടെ മലയാളം പറഞ്ഞു നോക്കിയേ. യുവഭാരതം. യങ് ഇന്ത്യയുടെ മലയാളം യുവഭാരതം. അപ്പൊ യുവഭാരതം എന്ന പേരിൽ പത്രം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ടി.ആർ. കൃഷ്ണസ്വാമി. ക്ലിയർ ആണല്ലോ. അപ്പൊ യുവഭാരതം ആരുടെ പത്രമായിരുന്നു? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ അല്ലെ. കേരള ഉപ്പ് സത്യാഗ്രഹത്തിന്റെ രണ്ടാം വേദി ബേപ്പൂര്. എവിടെയാണ്? ബേപ്പൂര്. കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ്. ക്ലിയർ ആണോ? അപ്പൊ പരീക്ഷ ഇട്ട ഫുൾ മാർക്ക് മേടിക്കോ? ഓക്കെ. ഇതിൽ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്നും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കാണാം. ഓക്കെ.